അമേരിക്കയും ഇറാൻ തമ്മിൽ എന്താണ് പ്രശ്നം? ഒരു കാലത്ത് രണ്ടുപേർ ചങ്കും കരളുമായിരുന്നു. പക്ഷെ പിന്നീട് അമേരിക്കയും ഇറാനും ബദ്ധശത്രുക്കളായി. ഇതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. 1951 മുമ്പ് വരെ അമേരിക്കയും ഇറാനും തമ്മിൽ വളരെ അടുത്ത സൗഹൃദത്തിലായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഇറാനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അമേരിക്കൻ സേന അവിടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഒരുപാട് ടെക്നോളജികളും സാങ്കേതിക വിദ്യകളും അമേരിക്ക ഇറാന് കൊടുത്തിട്ടുണ്ട്. അമേരിക്ക ഇറാനെ സഹായിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അവിടുത്തെ എണ്ണ വ്യവസായത്തിൽ കണ്ണുവെച്ചിട്ടാണ് അമേരിക്ക ഇറാനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും സഹായിക്കുകയും ചെയ്തത്. 1951 അവിടുത്തെ ഭരണകൂടം ചേഞ്ചായി. അവിടുത്തെ ഭരണാധികാരി വന്ന ആളായിരുന്നു മുഹമ്മദ് മൊസാദിഖ്. അദ്ദേഹം അവിടുത്തെ എണ്ണ വ്യവസായത്തെ സ്വദേശവൽക്കരിച്ചു. ഇതിൽ ക്ഷുഭിതനായ അമേരിക്കയും UK-യും അമേരിക്കയുടെ ചാര സംഘടനയായ CIA ഉപയോഗിച്ച് 1953 അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ച് അമേരിക്കൻ അനുകൂലിയായ ഷാ മുഹമ്മദ് റസ എന്ന നേതാവിനെ അവിടെ ഭരണാധികാരി സ്ഥാപിക്കുകയും ചെയ്തു. ഇങ്ങനെ 1979 വരെ ഇത് മുന്നോട്ട് പോയി. 1979 അവിടെ ഇസ്ലാമിക് റെവല്യൂഷൻ വന്നു. അതിന്റെ ഭാഗമായി അമേരിക്കൻ അനുകൂലികളും അമേരിക്കൻ സപ്പോർട്ടേഴ്സിനെ എല്ലാം ഇറാൻ അവിടെ നിന്ന് പുറന്തള്ളി. ഇതാണ് അമേരിക്കയ്ക്ക് ഇറാന്റെ മേലെ ദേഷ്യമുണ്ടാവാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. അതുമാത്രമല്ല, ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നുണ്ട്. അത് അപകടകരമാണെന്ന് തിരിച്ചറിഞ്ഞ അമേരിക്ക അതിന്റെ പേരിൽ ഇറാന് സാമ്പത്തികമായ ഉപരോധവും വരുത്തി. അങ്ങനെ ആ പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരുന്നു. നമുക്കറിയാം, ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ പലപ്പോഴായിട്ട് മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ 2026 ഇറാന്റെ ജനങ്ങൾ ഇറാന്റെ ഭരണകൂടത്തിന് എതിരാണ്. ഇതിന്റെ പുറകിൽ അമേരിക്കയാണ് ഇതിന്റെ പുറകിലുള്ള എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും നടത്തുന്നത് എന്ന് ഇറാൻ ഭരണാധികാരികൾ അവകാശപ്പെടുന്നു. സോ നമുക്ക് പ്രതീക്ഷിക്കാം, യുദ്ധങ്ങളെല്ലാം ഒഴിവാക്കി ഇരു രാജ്യങ്ങളും സൗഹൃദത്തിലാവുന്നു.